ആദ്യം തന്നെ ഒത്തിരി സന്തോഷം പറയട്ടെ. കാരണം 501 സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഒരു ഫാമിലിയിലാവുക എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു വലിയ കാര്യമാണ്. കാരണം കണ്ടിന്യൂസ്ലി എനിക്ക് വീഡിയോ ഇടാനോ ടൈം പീരിയഡിൽ വീഡിയോ ഇടാനോ പറ്റുന്നില്ല. പക്ഷെ എന്നിട്ടും എൻ്റെ കൂടെ ചേർന്ന് നിൽക്കാൻ കുറച്ച് പേരുണ്ടാവുക, അല്ലെങ്കിൽ ഞാനിടുന്ന ഒരു ചെറിയ ചെറിയ കണ്ടൻറ് ആയാൽ കൂടി അത് ഇഷ്ടപ്പെടുന്നവരുണ്ടാവുക എന്ന് പറഞ്ഞാൽ അതെനിക്കൊരു സന്തോഷമുള്ള കാര്യമാണ് കേട്ടോ. മഞ്ഞുകാലത്തെ വെളിച്ചെണ്ണയുടെ കഥ പറയണ്ടല്ലോ, അതിന് തന്നെ വേണം രാവിലെ എഴുന്നേറ്റ് എടുത്തിട്ട് സമയമല്ലേ. പിന്നീട് നമുക്കിന്ന് പരിപ്പ് കൂട്ടാനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. വറ്റ കിട്ടിയത് കൊണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം പിന്നെ കറിയും കൂടി വയ്ക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ഒരു വറ്റ കൂട്ടാൻ വെച്ച് കഴിഞ്ഞാൽ, വറ്റാന്നല്ല ഏത് മീനും, അതിൻ്റെ ആ ഫ്രഷ്നെസ് പോവും, അതിൻ്റെ ആ ഒരു ടേസ്റ്റ് പോവും. അപ്പോൾ അപ്പം തന്നെ വെച്ച് കഴിഞ്ഞാൽ രണ്ട് കാര്യമുണ്ട്, പണിയും കഴിഞ്ഞു, പിന്നെന്താണ് നല്ല ഫ്രഷുമാണ് മീൻ കൂട്ടാനും കൂട്ടാമല്ലേ. വറുക്കാനായിട്ട് ഇടാൻ കുഴപ്പമില്ല, പക്ഷേ അത് മറിച്ചിടുമ്പോഴാണ് ഈ ചീഞ്ചട്ടിയിലെ പ്രശ്നം. അച്ഛനാന്ന് വെച്ചാലോ ചീഞ്ചട്ടിയിൽ വറുത്ത് തന്നെ വേണം നിർബന്ധം. ഫ്രൈ പാനിൽ അതിൻ്റെ ടേസ്റ്റ് കറക്റ്റും കിട്ടില്ല എന്നാണ് പറയണത്. അത് സത്യമാണ് കേട്ടോ ഒരു കണക്കിന് പറഞ്ഞാൽ. പിന്നെ നമ്മളെല്ലാവരും ചോദിക്കുന്ന ഒരു കാര്യമാണ് മിക്കവരും, അതായത് എന്തിനാണ് യൂട്യൂബ് ഇങ്ങനെ ഇടുന്നത്, വീഡിയോസ് ഇടുന്നത്, ഷോർട്സ് ഇടുന്നത്, അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ, വേറെ വല്ല കാര്യങ്ങളും ചെയ്തുകൂടെയെന്ന്. ഞാൻ പ്രൊഫഷണലി ഒരു ടീച്ചറാണ്, ഓൺലൈനിൽ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഓൺലൈൻ ക്ലോത്തിങ് സ്റ്റോറും കൂടി ഉണ്ട്, അതിൻ്റെ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഒപ്പമാണ് നമ്മൾ വീട്ടിലെ കാര്യങ്ങളും കുട്ടിയുടെ കാര്യങ്ങളും, ഒപ്പം നമ്മുടെ ഒരു സന്തോഷം. കുറച്ചധികം കാലം കഴിഞ്ഞ് നമ്മളിതൊക്കെ ഉണ്ടായിരുന്നല്ലോ ലൈഫിൽ എന്നെടുത്ത് ആലോചിക്കാൻ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ നമ്മളിത് സ്റ്റോർ ചെയ്യണ്ടേ. ഫോണിലും ലാപ്പിലൊക്കെ എന്തോരം നമുക്ക് വീഡിയോസ് സ്റ്റോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാവുമ്പോൾ നമുക്ക് കുറച്ച് പേരോട് സംസാരിക്കലുമായി, അവർക്കും ഒരു സന്തോഷം, നമുക്കും ഒരു സന്തോഷം അല്ലേ. സോ അതിനു വേണ്ടി തന്നെയാണ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. പിന്നെ വൈകുന്നേരം ആയി കഴിഞ്ഞതാ ഈ ഒരു കഥയാണ് കേട്ടോ. ഇപ്പോൾ നന തുടങ്ങിയിട്ടുണ്ട് പറമ്പിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് നൈതിക്കൂട്ട് അതിൻ്റെ കൂടെ പോയി നിൽക്കുകയാണ്. വെള്ളം എന്ന് വെച്ചാൽ അവന് ഭ്രാന്താണ്. പക്ഷേ ഉണ്ടല്ലോ ഇപ്പോൾ തണുപ്പ് തുടങ്ങിയപ്പോൾ ചെറിയൊരു മടിയുണ്ട്, പക്ഷെ എന്നാലും കുഴപ്പമില്ല, വൈകുന്നേരം ആയതുകൊണ്ടേ. അവൻ മുത്തശ്ശൻ്റെ കൂടെ പറമ്പിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അവന് ഇങ്ങനെ കളിക്കാനും പിടിക്കാനും, പിന്നെ പിള്ളേരല്ലേ അവരതൊക്കെ ആസ്വദിക്കട്ടെ അല്ലേ. ഇപ്പോഴത്തെ കാലത്തെ പിള്ളേർക്ക് ഇതൊക്കെ കിട്ടുന്നത് വളരെ കുറവായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. പക്ഷെ ഞാൻ വിചാരിക്കും ഇച്ചിരി വീണാലും ഇത്തിരി എന്തെങ്കിലും ഉണ്ടായാലും അവൻ അതിൽ നിന്ന് കരകയറി പോന്നോളൂന്നേ. പിന്നെ അവനെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്ത് അവൻ്റെ വഴി ഒന്ന് വെട്ടിക്കൊടുക്കുക എന്ന് മാത്രമേ ഒരു പാരൻ്റ് എന്ന രീതിയിൽ ഞാൻ ചെയ്യാറുള്ളൂ കേട്ടോ. അല്ലാതെ എൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ഒരിക്കലും അവനിലേക്ക് ഞാൻ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാറില്ല. ഒരിക്കലും എൻ്റെ അച്ഛനോ എൻ്റെ ഫാമിലിയോ എന്നെ അങ്ങനെ ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും അങ്ങനെ ചെയ്യുന്നില്ല കേട്ടോ.